ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്രോച്ച്മെൻറ്റ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലെ നെക്സ്റ്റ് പാർട്ടാണ് അപ്രോച്ച്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്രോച്ച്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്ത് ചെയ്യാണ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യാണ്, അപ്രോഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ നമ്മൾ രണ്ട് ബേസിസിലാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, അണ്ടർ ദിസ് മെത്തേഡ് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഓൾ ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദിസ് ക്യാൻ ബി ഐദർ ഓൺ റെസിപ്രോക്കൽ ബേസിസിലും നമ്മളിത് ചെയ്യുന്നുണ്ട്, അതേപോലെ നോൺ റെസിപ്രോക്കൽ ബേസിസിലും ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ റെസിപ്രോക്കൽ ബേസിസ് അഥവാ സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ്. അപ്പോൾ ഇത് പേര് പോലെ തന്നെ ലാഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏണിയാണ് എന്ത് ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസസുകൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അതേപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു അതായത് നോൺ റെസിപ്രോക്കൽ ബേസിസ് അഥവാ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളും അതേപോലെ എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ കുറേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പം നമ്മൾ ഓരോന്നിൻ്റെയും ടോട്ടൽ ഓവർഹെഡ് എക്സ്പെൻസസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ മെത്തേഡ് പ്രകാരം നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുക എങ്ങനെയാണ്, ഇവിടെ നമുക്ക് കുറേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം എ ബി സി എന്ന് പറഞ്ഞ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്. ഇതിലേതാണോ മോസ്റ്റ് ഫേവറബിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പം എ എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാത്തിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എ എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസസ് നമ്മൾ ഏതിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം, എക്സിലോട്ട് കൊടുക്കണം, വൈയിലോട്ട് കൊടുക്കണം, അതേപോലെ ബിയിലേക്കും സിയിലേക്കും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഏതിലൊക്കെ കൊടുക്കണം, എ എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കണം, അതേപോലെ വൈ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കണം. കൂടാതെ നമ്മൾ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള 2 എന്തിലേക്ക് കൊടുക്കണം, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് നോക്കുക. അത് നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുമ്പം ആദ്യം ഏതാണോ നമ്മൾ സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റെപ്പ് ലാഡറിൽ ചെയ്യുമ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ബി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിനെ എടുക്കുകയാണ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ എടുക്കുകയാണ്. ബി എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ എടുക്കുമ്പോൾ ബി ആർക്കൊക്കെയാണ് കൊടുക്കുക, ബി ആർക്കൊക്കെ കൊടുക്കണം, സിക്ക് കൊടുക്കണം. അതായത് സി എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും വൈ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കണം. അതായത് നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കാനും പാടില്ല. അതേപോലെ നിലവിലുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിനെന്ത് ചെയ്യണം, അത് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസസ് ബാക്കിയുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്യുക, കൊടുത്ത് പോരുക. അങ്ങനെ നമ്മൾ സ്റ്റെപ്പായിട്ട് അവസാനമുള്ളത് സി ആണ്. ഈ ഒരു സിൻ്റെ എക്സ്പെൻസസ് പിന്നെ നമുക്ക് കൊടുക്കാനുണ്ടാവുക ആർക്ക് മാത്രമായിരിക്കും, എക്സിനും വൈക്കും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ തൊട്ടേ മുന്നേ ഉള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഇതേപോലെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, എലിമിനേറ്റ് ചെയ്ത് അവസാനം വരെ കൊണ്ടുവരുന്ന ഈ ഒരു മെത്തേഡ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണെന്ത്, ഈ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇൻ ദിസ് കേസ് ദ കോസ്റ്റ് ഓഫ് മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്
ഈസ് ഫസ്റ്റ് അപ്രോഷൻ ടു അതർ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ആഫ്റ്റർ ദിസ് the cost of the next serviceable department is apportioned to other department excluding the first one. അപ്പോൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് കേസ് എന്താണ്, നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക, എന്നിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഫസ്റ്റത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാൻ പാടില്ല. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തത്. എൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പിന്നെ എന്ത് ചെയ്യരുത്, എക്ക് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ദെൻ അങ്ങനെ എന്ത് ചെയ്യുകയാണ്, അത് തുടർന്ന് പോവാണ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഇസ് കണ്ടിന്യൂഡ് അണ്ടിൽ ദ എക്സ്പെൻസ് ഓഫ് ഓൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാവ് ബീൻ അപ്രോഷൻ ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻ ദ എൻഡ് ഇറ്റ് ക്യാൻ ബി സീ ദാറ്റ് the cost of the last service departments are apportioned to production department only. ഇവിടെ അത് നമ്മൾ കാട്ടി തന്നു. എന്താണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ തുടർന്ന് പോകുന്ന അവസാനത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ത് അപ്രോഷൻ ചെയ്യാൻ. അതാണ് ഇവിടെ ചെയ്തത്. സി എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. സി എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവസാനം ആർക്കേ ഉണ്ടാവുള്ളൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, എക്സിനും അതേപോലെ വൈ എന്ന് പറഞ്ഞ രണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം എടുത്ത് ചെയ്ത് കാണിച്ചു തരാം. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്ലിയർ ആവും. അപ്പോൾ സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് കൂടിയാണ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് യൂസ് അഥവാ നോൺ റെസിപ്രോക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ആണ്, എ മാനുഫാക്ചറിങ് കമ്പനി ഹാസ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ആൻഡ് വൈ. എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഒരു കമ്പനിക്ക് ഉള്ളത്. അതേപോലെ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. ഓക്കെ, ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് S1, S2, S3 എന്ന് വേണമെങ്കിൽ നെയിമിങ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സും ആണ് ഉള്ളത്. ഓക്കെ, ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഷോഡ് ദ ഫോളോയിങ് എക്സ്പെൻസസ് ഫോർ സെപ്റ്റംബർ 2021. സെപ്റ്റംബർ 2021 ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ടോട്ടൽ എക്സ്പെൻസസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നടത്തിയ അവസാനത്തെ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ചെയ്തിട്ടുള്ള പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നടത്തി നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കായിരുന്നു. ആ ഒരു ടോട്ടലാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇത് ടോട്ടൽ എക്സ്പെൻസസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ എക്സ്പെൻസസ് ആണ് ഈ തന്നിരിക്കുന്നത്. പ്രൊഡക്ഷൻ എക്സ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളത് 36,000, വൈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് 24,000. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോറ്, ടൈം കീപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ്, ഓക്കെ, അത് 75,000 ഉണ്ട്. ടൈം കീപ്പിംഗ് 6,000 ആൻഡ് മെയിൻ്റനൻസ് 4,500. ഓക്കെ, ഇനി നെക്സ്റ്റ് അതർ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അതർ ഇൻഫോർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അപ്രോച്ച്മെൻറ്റ് ബേസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ബേസസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസ്, അതേപോലെ നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ, മെയിൻ്റനൻസ്, ഹവേഴ്സ്. ഇപ്പോൾ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കാരണം ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, ടൈം കീപ്പിങ്ങിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട, ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ എക്സ്പെൻസ്. അതുകൊണ്ട് എന്താണ്, ഇതിനെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് പറയാം. സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറയാം. കാരണം സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതായത് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ വേണമെങ്കിൽ സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് പറയാം. ലീസ്റ്റ്, അതായത് ഏറ്റവും ലാസ്റ്റത്തെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമുക്ക് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറയാം. കാരണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമാണ്.
ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഓർഡറിലാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഷഫിൾ ചെയ്ത് തരുവാണെങ്കിലും തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതിലേക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മോസ്റ്റ് സെക്കൻഡ് തേർഡായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനെ കൊടുത്തത് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്ക് എക്സ്പെൻസസ് ഉണ്ടാവില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കില്ല. അത് സെയിം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് കൊടുക്കില്ല, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അതുപോലെ നെക്സ്റ്റ് സ്റ്റോഴ്സ് ആണ് സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തന്നത്. സ്റ്റോഴ്സിൻ്റെ ടോട്ടൽ എക്സ്പെൻസസിനെ നമ്മൾ ഫസ്റ്റത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അതേപോലെ ആ സെയിം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ബാക്കിയുള്ള ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണോ അതിനാണ് കൊടുക്കേണ്ടത്. അവസാനത്തെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അതിന് എന്താണ് അവസാനം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, അപ്രോഷൻ ചെയ്യാൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്രോച്ച്മെൻറ്റ് ബേസ് ഒന്ന് തീരുമാനിച്ച് നോക്കാം. നമ്മൾ ടൈം കീപ്പിംഗ് ചെയ്യുന്നത്, ടൈം കീപ്പിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അപ്രോച്ചിങ് ചെയ്യുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലാണ്. അത് എന്താണ് അതിൻ്റെ പ്രൊപ്പോർഷൻ തന്നിരിക്കുന്നത് 10, 5, 20, 15 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെറിയ പ്രൊപ്പോർഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ എങ്ങനെയാണോ പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്ന റേഷ്യോ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചതാണിത്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ്സ്, നമുക്ക് തന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലാണ് എഴുതിയത്. ടൈം കീപ്പിംഗ് ആണ് ഫസ്റ്റത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ എക്സ്പെൻസസ് എന്ത് ചെയ്യണം, അതായത് 6000 ആണ് മൊത്തം ഓവർ ഹെഡ് എക്സ്പെൻസസ് നമുക്ക് ഉള്ളത് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഇതിനെ നമ്മൾ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്റ്റോഴ്സ് കീപ്പറിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം, ദെൻ മെയിൻ്റനൻസിന് കൊടുക്കണം അത്, പിന്നെ എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്, ദെൻ വൈ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബേസ്, നമുക്ക് അതർ ഇൻഫോർമേഷനിൽ തന്നിരിക്കുന്നത് 20:15:10:5 എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് ആ റേഷ്യോസിന് എങ്ങനെ എഴുതാം. ആദ്യം നമ്മൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ച് 10:, ദെൻ നെക്സ്റ്റ് നമ്മൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, ദെൻ 5:, ദെൻ 20:, ആൻഡ് 15 എഴുതാം. ഈ ഒരു ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു 6000-നെ നമ്മൾ ആർക്കൊക്കെ കൊടുക്കുന്നു, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിന്, എക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും വൈ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ഏതാണ് കൊടുക്കുന്നത്, ടൈം കീപ്പിംഗ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ നെഗറ്റീവ് വാല്യൂ ഇട്ടിട്ട് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നെഗറ്റീവ്, അതായത് ഈ 6000-നെയാണ് നമ്മളിനി ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം എത്രയുണ്ട്, ടോട്ടൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ 50 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് 10/50 എന്ന് പറയുന്നത് സ്റ്റോഴ്സിനുള്ളതാണ്, ദെൻ 5/50 എന്ന് പറയുന്നത് മെയിൻ്റനൻസിനുള്ളതാണ്, ദെൻ 20/50 എന്ന് പറയുന്നത് എക്സിനും, 15/50 എന്ന് പറയുന്നത് വൈക്കുള്ളതുമാണ്. അപ്പോൾ ഈ ഒരു 6000-നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 6000-നെ നമ്മൾ ഈ ഒരു റേഷ്യോയിൽ പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് 1100 വരും, ദെൻ 600 വരും, ദെൻ 2400 വരും, അതേപോലെ 1800 വരും. ഓക്കെ, ഈ ഒരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസസ് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ് ഈ കാണുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ കഴിഞ്ഞത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്, ടോട്ടൽ ഓവർഹെഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ്, 7,500 പ്ലസ് എന്ത് കൂടി ഉണ്ടാവും, 1,200 കൂടി ചേർന്നതായിരിക്കും സ്റ്റോഴ്സ് ഓവർഹെഡ് എന്ന് പറയുന്നത്, ഓവർഹെഡിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ടോട്ടൽ എത്രയായി, 5,700 ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ടൈം കീപ്പിംഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 1,200 കൂടി ഉണ്ടാവും. അപ്പോൾ മൊത്തം എത്ര ഉണ്ടാവും,
8,700 ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഏത് പ്രൊപ്പോർഷനിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 60:24:20 ആണ്. ഓക്കെ, 6:24:20 ഈ ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് മൊത്തം എത്ര വരും? 1,044, then 4,176, then 3,480. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പും നമ്മൾ ചെയ്തു. ഇനി അതായത് നമ്മളിപ്പോൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് താഴോട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിന് മാത്രമേ കൊടുക്കുള്ളൂ, അല്ലാതെ മുകളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പിന്നെയും നമ്മളതിനെ കൊടുക്കില്ല, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. ഇനിയിപ്പോൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4,500 + 600 + 1,044 ആയിരിക്കും. അപ്പോൾ മൊത്തം എത്ര വരും? 6,144 എന്നാണ് വരിക. അപ്പോൾ ഈ ഒരു എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം നമ്മൾ ബേസ് എത്രയായിരുന്നു? 18,000ഉം 12,000ഉം ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസ് 18:12 എന്ന് കൊടുക്കാം. 18:12 ഈ ഒരു ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? അവസാനത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ലാസ്റ്റ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 6,144നെ നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം 6,686ഉം ദെൻ 2,458 കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സോൾവ് ചെയ്തു. ഇനി ലാസ്റ്റ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അതായത് എക്സിൻ്റെത് ലാസ്റ്റ് എത്ര ഉണ്ടാവും? മൊത്തം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് അവസാനം ഇനി എക്സിനും വൈക്കും ഉണ്ടാകുന്ന ടോട്ടൽ 36,240, 2,400, 4,176, 3,686 മൊത്തം ടോട്ടൽ എന്ന് പറയുന്നത് 46,262, അതായത് 46,262 ആണ് ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ വൈ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ 24,000, 1,800, 3,480 ആൻഡ് 2,458. ടോട്ടൽ എത്ര വരും? 31,738. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റെപ്പ് ലാഡറൽ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ പ്രൈമറി ഓവർ ഹെഡ് എക്സ്പെൻസസുകൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതാണോ മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് നോക്കുകയാണ്. അതിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ആദ്യം എല്ലാ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.